അർജുൻ, ഈ കേരളത്തിലൊക്കെയുള്ള പാർട്ടി സമ്മേളനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്തായാലും മധുരയിലെ ഒരു പാർട്ടി സമ്മേളനം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആളുകളുടെ പങ്കാളിത്തം എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ വിവരങ്ങൾ? അർഷൻ, വലിയ ആവേശം എന്തായാലും മധുരയിലെ പാർട്ടി പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ മുൻവശത്ത് സമ്മേളനം നടത്തുന്ന മുൻവശത്തുള്ള കാൾമാർക്സിൻ്റെ ചിത്രം, അതിനൊപ്പം ഫോട്ടോ എടുക്കാനൊക്കെയുള്ള അവസരം ഇവിടെയുണ്ട്. വലിയ ആവേശത്തിൽ മധുര ഈ പാർട്ടി കോൺഗ്രസിനെ ഏറ്റെടുത്ത് കഴിഞ്ഞു. CPM-നെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ആ പാർട്ടിക്ക് ഏറ്റവും സ്വാധീനമുള്ള ഇടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് മധുര. മധുരയിൽ MP ഉൾപ്പെടെയുണ്ട്. കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറടക്കം CPM-ന്റെ പ്രതിനിധിയാണ്. അങ്ങനെ CPM-നെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ഏറ്റവും ആവേശം ഉള്ള, ഏറ്റവും അടിത്തട്ടിൽ വേരോട്ടമുള്ള മണ്ഡലമാണ് മധുര. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ അവർക്ക് ഏറ്റവും ആവേശകരമായി എങ്ങനെ പാർട്ടി കോൺഗ്രസിനെ കൊണ്ടുപോകാം, അത് എന്തായാലും മധുരയിലാണ്. ആ ആവേശം മധുരയിലുണ്ട്. നമ്മൾ നാട്ടിൽ കേരളത്തിലൊക്കെ കാണുന്ന ആ തരത്തിലേക്ക് അത്ര വലിയ ആവേശം അല്ലെങ്കിൽ അങ്ങനെ അത്ര വർണ്ണാഭം അല്ലെങ്കിൽ കൂടിയും ആവേശത്തിന് ഒട്ടും കുറവില്ല. ഇന്നലെ വൈകിട്ട് തൊട്ട് തന്നെ അത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ദീപശിഖയൊക്കെ വരുന്ന സമയത്ത് പുതിയ യുവാക്കൾ ഉൾപ്പെടെ വലിയ ആവേശത്തോടു കൂടി മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ ഇന്നലെ കണ്ടിരുന്നു. മധുര എന്ന് പറയുന്നത് ഈ ലോക്സഭാ മണ്ഡലം ഉണ്ടായ കാലഘട്ടം തൊട്ട് CPM അംഗങ്ങൾ ജയിച്ചു വരുന്ന മണ്ഡലമാണ്. 6 വട്ടം മധുരയിൽ പ്രതിനിധീകരിച്ചത് CPIM അംഗങ്ങളാണ്, കമ്മ്യൂണിസ്റ്റ് അംഗങ്ങളാണ്. അങ്ങനെ ശക്തമായൊരു വേരോട്ടം പാർട്ടിക്ക് ഉള്ള തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്ത് 3-ാം വട്ടം ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. അതിനെ ആ ആവേശത്തോടു കൂടി ഏറ്റെടുക്കുകയാണ് മധുരയിലെ പാർട്ടി അംഗങ്ങൾ. കഴിഞ്ഞ ഒരു മാസത്തോളം നീണ്ടുനിന്ന കഠിനാധ്വാനമാണ് ഈ പാർട്ടി കോൺഗ്രസിന് പിന്നിൽ അവർക്കുള്ളത്. ഏകദേശം 5000 അംഗങ്ങൾ ഉണ്ട് ഈ ജില്ലയിൽ മാത്രമായി ഉണ്ട്. അങ്ങനെ അവർ രാപ്പകലില്ലാതെ അധ്വാനിച്ചതിൻ്റെ കൂടി ഫലത്തിലാണ് ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. പ്രധാന സമ്മേളന ഹാൾ ആണ് ഈ കാണുന്നത്. ഇവിടെയാണ് 10 മണിയോടുകൂടി പൊതുസമ്മേളനം നടക്കുക. പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. സംഘടനാ റിപ്പോർട്ട് ഉൾപ്പെടെ അവതരിപ്പിക്കും. പ്രധാനപ്പെട്ട കൗതുകകരമായ ഒരു വസ്തുത, ഇന്നിപ്പോ അവിടെ സു വെങ്കിടേശൻ, അവിടുത്തെ MP, അദ്ദേഹം ഏറ്റവും ആവേശത്തോടെ ഈ പാർട്ടി കോൺഗ്രസ് നടപ്പാക്കാൻ വേണ്ടി അവിടെ സജീവമായി ഉണ്ടായിരുന്ന ആളാണ്. അവിടുത്തെ ഈ എന്താണ് അറിയപ്പെടുന്ന എഴുത്തുകാരനൊക്കെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ഡൽഹിയിൽ പോകേണ്ടി വരുമല്ലോ. ഈ വഖഫ് ബില്ലിൽ ചർച്ചയ്ക്ക് അവിടെ പോകണം എന്ന് പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഹർഷൻ, തീർച്ചയായും നമ്മൾ വന്നപ്പോൾ തൊട്ട് കണ്ട കാഴ്ചയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി സംഘടനയുടെ എല്ലാ സംഘടനാ പ്രവർത്തനവും എല്ലാം നടത്തിയത് സു വെങ്കിടേശനായിരുന്നു. ഇന്നലെ വൈകുന്നേരം വരെ അദ്ദേഹം ഈ ദീപശിഖ വരുന്ന ഘട്ടത്തിൽ പോലും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളും സ്വാഭാവികമായി സംശയിച്ചു അദ്ദേഹം എങ്ങനെയാണ് നാളെ ഡൽഹിക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായിട്ട്. പക്ഷേ CPM എടുത്ത തീരുമാനമാണ്, അതിനപ്പുറത്തേക്ക് വേറെ തരത്തിലില്ല. പക്ഷേ ഇത് ഈ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനാണ് MP-മാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും നാളെ തന്നെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹമാണ് ഇതിൻ്റെ ഏറെക്കുറെ എല്ലാത്തിൻ്റെയും നേതൃത്വം വഹിക്കുന്നത്. ഇതിലൊരു സാധാരണ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അതിൻ്റെ നേതൃത്വം ആദ്യം തൊട്ട് വഹിക്കുന്നത് സു വെങ്കിടേശനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒഴിഞ്ഞുമാറി നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് വഖഫ് ചർച്ച, അതിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇതിൻ്റെ സംഘടനാ ചുമതലക്കാരനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പക്ഷേ പോകേണ്ടി വരും. അത് കഴിഞ്ഞ് തിരിച്ച് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് ഈ സമ്മേളനം നടക്കുന്നത്. പ്രധാനപ്പെട്ട ചർച്ചകൾ ഉൾപ്പെടെ റൈറ്റ്. എന്തായാലും പാർട്ടി കോൺഗ്രസിൻ്റെ പ്രൊസീഡിയം വേദി ഒക്കെയാണ് കാണുന്നത്. ഈ വേദിയിലാണ് ഇന്നിപ്പോൾ അല്പസമയത്തിനകം CPIM-ന്റെ നിർണായകമായ പാർട്ടി കോൺഗ്രസ് ആരംഭിക്കുന്നത്. മഹേഷ് ചന്ദ്രനും അർജുൻ രാജുമാണ് അവിടുന്ന് വിവരങ്ങൾ നൽകിയത്.